നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ കേട്ടത്. സവാരിയ വസന്ത് എന്ന് പറയുന്ന 21 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരിയെ സഹപാഠിയായിട്ടുള്ള സദറുൽ ആനം എന്ന് പറയുന്ന ഈ കുട്ടിയുടെ തലയ്ക്ക് ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത ശരിക്കും നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. ഇവനിപ്പം അവിടുത്തെ ഉസ്ബെക്കിസ്ഥാനിലെ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സഹോദരിയുടെ ബോഡി അവിടുന്ന് ഏറ്റുവാങ്ങി ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യും. എന്താണ് ഇതിനകത്തുള്ള യഥാർത്ഥ മരണ കാരണം എന്നുള്ളത് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. സദറുൽ ആനം എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകോപിതനായിട്ട് ലാപ്ടോപ്പ് എടുത്ത് തലയ്ക്കടിച്ചെന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി അവിടെ പഠിക്കാനായിട്ട് പോയത്. പക്ഷെ ഇന്ന് ഈ ഒരു വാർത്തയുടെ ഒരു ഗതി വേറെ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മരണപ്പെട്ടു പോയത് ഒരു ഹിന്ദു പെൺകുട്ടിയും കൊലപ്പെടുത്തിയ കൊലയാളി ഒരു മുസ്ലിമും ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ ജനം TV കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട്, മുസ്ലിം ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഈ വാർത്തയെ മറ്റൊരു തലത്തിലേക്കാണ് ഇവർ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അവൻ ചെയ്തത് കുറ്റമാണ്, കുറ്റവാളിയാണ്. അവന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കഠിനമായ ഒരു ശിക്ഷ തന്നെ അവന് കൊടുക്കണം, അവൻ അർഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ കുട്ടിയുടെ കുടുംബക്കാർ വന്ന് പറയുന്നത് ഈ കുട്ടിയെ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിച്ചു, അത് സമ്മതിക്കാഞ്ഞത് കൊണ്ടാണ് ആ കുട്ടിയെ ഇവൻ കൊലപ്പെടുത്തിയെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഈ കുട്ടിയുടെ രക്ഷകർത്താവ് പറയുന്നതൊന്ന് കേട്ടതിന് ശേഷം നമ്മുടെ ഈ വിസർജനം ചാനലിനകത്ത് ഇവന്മാർ വന്നിരുന്നുകൊണ്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കണം. ഒരിക്കലും നമ്മൾ കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യാനോ കുറ്റവാളികളുടെ കൂടെ നിൽക്കാനോ ഇവിടുത്തെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരു ജനങ്ങളും നിൽക്കില്ല. ആ ഒരു സഹോദരിയുടെ കൊലയ്ക്ക് കാരണക്കാരനായിട്ടുള്ള പറയുന്നവന ഒരു കാരണവശാലും വെറുതെ വിടരുത്. പ്രിയപ്പെട്ടവർ, നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി. എന്നെ കാണിക്കുക ഒന്നും ചെയ്തില്ല അവർ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവിടുത്തെ ഒരു ലേഡിയാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവരെന്നെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അതിന് അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, അംബാസഡർ അവരും അറിഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിന്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനെ അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിന്റെ കേസിൻ്റെതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. പക്ഷെ എംബസിയിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഒരുപാട് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എംബസിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവിടുന്ന് ഇത് കേസ് ബലമുള്ളതാണ്, 10 കൊല്ലം 15 കൊല്ലമൊക്കെ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില പുറത്തുനിന്ന് അങ്ങനെ കേട്ടതാണ്. ചിലപ്പോൾ പെട്ടെന്ന് പോരാ, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നാൽ അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ് ഈ പയ്യൻ എന്ന് പറയുന്നത്. ചെക്കൻ്റെ ഈ പയ്യന്റെ അച്ഛനും അമ്മയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ചെക്കന്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ കേരള ഗവൺമെന്റിലെ ജീവനക്കാരാണെന്നാണ് കേട്ടത്. ചേട്ടനുള്ളത് ഡോക്ടറാണ്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഈ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഇവർ രണ്ടുപേരും പ്രണയ അഭ്യർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ടാകാം. അതിന്റെ പേരിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും ഇവൻ ഈ പറയുന്ന കുറ്റവാളി അല്ലെങ്കിൽ ഈ ക്രിമിനൽ ഇവൻ ഈ പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇവനിപ്പോൾ ജയിലിനകത്താണുള്ളത്.
ഇവൻ ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 വർഷമൊക്കെ എടുക്കും. പക്ഷെ ഇതിനെ ഇപ്പം മറ്റൊരു തലത്തിലേക്കാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇത് ഒരു മതപരിവർത്തനത്തിന് വേണ്ടി ഇവൻ ശ്രമിച്ചു, അത് വിസമ്മതിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കൊന്നത്. പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ കൊലപാതകത്തിന്റെ ഒരു മോട്ട് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ കുട്ടികൾ പറയുന്നു, അവിടുത്തെ പോലീസ് പറഞ്ഞിട്ടുണ്ട് മതപരിവർത്തനമാണ് ഇതിന്റെ പിന്നിലെന്ന്. വിസർജനം ചാനലിലെ ആ വാർത്തയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും പഠിക്കാത്ത കാഫിർ സ്ത്രീകളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. കാരണം ജിഹാദിയെ സംബന്ധിച്ചിടത്തോളം അവനിനി ഏതൊരു ഇതര മതസ്ഥരും കാഫിറുകളാണ്. ബഹുദൈവ വിശ്വാസികൾ ഏറ്റവും വെറുക്കപ്പെടേണ്ടവരാണ്. ഈ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം, കാഫിർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജിഹാദിക്ക് 3 ഉപയോഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, മതപരിവർത്തനം നടത്തി ഭാര്യയാക്കി കുറെ കുട്ടികളെ പെറ്റുകൂട്ടാനുള്ള ഒരു ഉപകരണം. 2, മതപരിവർത്തനം നടത്തുന്നതിനിടയിൽ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെ ഭാഗമായോ കൊല്ലാനുള്ള ഒരു ജീവൻ. കാരണം കാഫിറിനെ കൊന്നുകളയാം എന്നുള്ളത് പണ്ടത്തെ അലിഖിത വാക്യമാണല്ലോ. അടുത്തത്, ഒരു കാഫിറിന്റെ ആയിട്ടുള്ള സ്ത്രീയെ ഇവർക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് മതപരിവർത്തനം നടത്തി ജിഹാദിയാക്കി മാറ്റി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് പോയവരെ പറ്റി നമ്മൾ ഇനിയും ആവർത്തിച്ച് പറയേണ്ട കാര്യം, ചാവേറാക്കാൻ, അവിടെ ഭീകരവാദികളുടെ ഭാര്യമാരാകാൻ, അവിടെ മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിക്കാൻ, ഇങ്ങനെ 3 നിലയിൽ മാത്രമാണ് ഇവർ ഈ പെൺകുട്ടികളെ കാണുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ട്, എത്രയധികം വാർത്തകൾ പുറത്തു വന്നിട്ട്, എത്രയധികം സംഘടനകൾ ഇതിനെതിരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും ഇത് പഠിക്കാത്തവരെ പറ്റിയാണ്. അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും ഇതൊക്കെ ചില ഇസ്ലാമോഫോബിക് പ്രചരണങ്ങൾ മാത്രമാണെന്ന രീതിയിൽ വിശ്വസിച്ച് വീട്ടിനുള്ളിൽ കുത്തിയിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെയൊക്കെ മക്കളാണ് പിന്നീട് ഈ രീതിയിൽ ഇരകളാകുന്നത്. അതിനി ഹാദിയ അഖില കേസാണെങ്കിലും ശരി, അതുപോലെയുള്ള ആതിരയുടെ കേസാണെങ്കിലും ശരി, പിന്നീട് ഈ പറഞ്ഞ നിമിഷ സജീനുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും ഒക്കെ ഏറ്റവും അവസാനമാണ് ഇവരെല്ലാവരും ഇതൊക്കെ പഠിക്കുന്നത്. ഇതിനു മുൻപ് 100 കണക്കിന് വിഷയങ്ങൾ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളടക്കം ക്രിസ്ത്യൻ സംഘടനകളടക്കം കൃത്യമായ തെളിവുകൾ നിരത്തി മുന്നോട്ട് വെച്ച് നാട്ടിൽ കൃത്യമായി എല്ലാവരെയും അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേരള സ്റ്റോറി എന്തോ ഇല്ലാത്ത കാര്യമാണ്. കേരള സ്റ്റോറിയിൽ പറഞ്ഞതൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടേയില്ല. കേൾക്കുമ്പോഴല്ലോ ആദ്യം കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനമുണ്ടല്ലോ, ഈ വിഷം വമിക്കുന്ന ഈ വിഷ ജന്തുക്കളുടെ ഈ ചാനലില്ലേ തല്ലിപ്പൊളിച്ച് ദൂരെ കളയേണ്ട സമയം തന്നെ അധികരിച്ചിരിക്കുക. ഇങ്ങനെ പച്ച വർഗീയത പറയാൻ വേണ്ടി ഒരു മാധ്യമം. സത്യത്തിൽ ഈ നടന്നത് എന്താണെന്ന് അവരുടെ കുടുംബങ്ങൾക്ക് പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഇത് മറ്റുള്ളവർ പറഞ്ഞു അല്ലെങ്കിൽ പോലീസ് പറഞ്ഞു പരിവർത്തനമാണ് ഇതിന്റെ പിന്നിലെന്ന്. ഈ കുട്ടി അവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അയാൾ കുറച്ച് നാളാകാണ്ടേ ആയിട്ടുള്ള ഈ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാനായിട്ട് പോയിട്ട് അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു. അവർ തമ്മിലൊരു പക്ഷേ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാകാം. ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ കൊലപ്പെടുത്തിയവൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് അവനൊരു തീവ്രവാദിയാണ്, അല്ലെങ്കിൽ അവൻ മതപരിവർത്തനം നടത്തുകയാണ്, അവൻ മറ്റുള്ള ചാര സംഘടനയ്ക്ക് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് തട്ടിവിട്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവനെ പോലുള്ള വൃത്തികെട്ടവന്മാരൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. ചെയ്തത് കൊടും പാതകമാണ്, കൊടും പാപമാണ്. അവന് കിട്ടാവുന്ന പരമാവധി കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യുന്ന ഒരു പാവം കുഞ്ഞിനെ പിച്ചി ചീന്തി തിന്ന നായ്ക്കൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഈ മലൻ ടി വിക്കകത്ത് ഒരൊറ്റ വാർത്ത പോലും വന്നിട്ടില്ല. ഇവിടെ ഇവർക്ക് വേണ്ടത് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ കാണിക്കുന്ന ഈവന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം പറയാൻ ഉളുപ്പോ മാനോ നാണോ ഉണ്ടോ നിനക്കൊക്കെ. അടുത്തൊരു വീഡിയോ കാണാം.